വിജയം മാത്രം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ 11 ലക്ഷണങ്ങൾ നമ്മിലുണ്ടെങ്കിൽ നമുക്ക് പരാജയമുണ്ടെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. ആ 11 ലക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ലക്ഷണമെന്ന് പറയുന്നത് അവൻ്റെ മനസ്സിൽ എപ്പോഴും പണം സമ്പാദിക്കണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അവൻ്റെ ഊണിലും ഉറക്കിലും അവൻ ചിന്തിക്കുന്നത് പണം എങ്ങനെ ഉണ്ടാക്കാം എന്ന ഒരൊറ്റ ലക്ഷ്യമാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ പരാജയത്തിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ലക്ഷണമെന്ന് പറയുന്നത് എല്ലാ ചിന്തകളും ലക്ഷ്യങ്ങളും ദുനിയാവിൻ്റെ സുഖങ്ങളിലും ആഗ്രഹങ്ങളിലും മാത്രം ഒതുങ്ങുക. ആഖിറത്തിനെക്കുറിച്ചുള്ള ഒരു ചിന്ത പോലും അവനിൽ ഉണ്ടാവാതിരിക്കുക. ഇതൊരു വലിയ നഷ്ടമാണ്, ഒരു പരാജയമാണ്. മൂന്നാമത്തെ ലക്ഷണമെന്ന് പറയുന്നത് അനാവശ്യമായി സംസാരിക്കുക എന്നുള്ളതാണ്. ആവശ്യമില്ലാതെ വെറുതെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ. ഈ ഒരു ലക്ഷണം നമ്മിലുണ്ടെങ്കിൽ നമ്മൾ പരാജയത്തിലേക്ക് പോകുന്നതാണ്. നാലാമത്തെ കാരണമായി മഹാന്മാർ എണ്ണുന്നത് കാണാം, നിസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുക എന്നുള്ളതാണ്. ആഖിറത്തിൽ ആദ്യം ചോദിക്കപ്പെടുന്ന അമലുകളിൽ പ്രധാനപ്പെട്ടത് നിസ്കാരമാണ്. ആ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒട്ടും ശ്രദ്ധ കാണിക്കാതെ നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മൾ പരാജയത്തിലേക്കാണ് പോകുന്നത്. അഞ്ചാമത്തെ ലക്ഷണമെന്ന് പറയുന്നത് ഹറാമായ സമ്പാദ്യവും ഭക്ഷണവുമാണ്. ഹറാമ് കലർന്ന ജീവിതം മനുഷ്യൻ്റെ ബറക്കത്ത് ഇല്ലാതാക്കും. അത് പരാജയത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആറാമത്തെ ലക്ഷണമെന്ന് പറയുന്നത് അവൻ നല്ല ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ആളാണ്. നല്ല നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ അവൻ്റെ സ്വഭാവം മോശമാണ്. അങ്ങനെയായി കഴിഞ്ഞാൽ അവൻ പരാജയത്തിലേക്ക് പോകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഏഴാമത്തെ കാരണമെന്ന് പറയുന്നത് അഹങ്കാരം മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ നിസാരപ്പെടുത്തി സ്വയം മേന്മ കാണിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അങ്ങനെ ഒരു വ്യക്തിയുടെ മനസ്സിൽ അഹങ്കാരമുണ്ടായിക്കഴിഞ്ഞാൽ അവൻ പരാജയത്തിലേക്ക് പോകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. എട്ടാമത്തെ കാരണമെന്ന് പറയുന്നത് ചെയ്യാൻ കഴിയുന്ന ഉപകാരങ്ങൾ പോലും മറ്റുള്ളവർക്ക് നിഷേധിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് നല്ല സഹായം ചെയ്തു കൊടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ ചെയ്യാതെ അത് തടയുകയും അവനെ നിഷേധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതൊക്കെ പരാജയത്തിൻ്റെ ലക്ഷണമാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒമ്പതാമത്തെ കാരണമെന്ന് പറയുന്നത് കാരുണ്യമില്ലാത്ത മനസ്സാണ്. മറ്റുള്ളവരെ വേദന മനസ്സിലാക്കാൻ കഴിയാത്ത ഹൃദയം അപകടകരമാണ്. മറ്റുള്ളവരെ നമ്മൾ സഹായിക്കണം, സ്നേഹിക്കണം. അങ്ങനെയൊന്നും നമുക്ക് തോന്നുന്നില്ല എങ്കിൽ, അങ്ങനെ കാരുണ്യമൊന്നും നമ്മുടെ മനസ്സിൽ ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം പരാജയത്തിലേക്കാണ്. പത്താമത്തെ കാരണമെന്ന് പറയുന്നത് പിശുക്ക് ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ നല്ല കാര്യങ്ങൾക്കായി ചെലവഴിക്കാൻ മനസ്സില്ലാത്തത് വലിയ ദോഷമാണ്. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി സ്വതക്ക നൽകുന്നില്ല, അവൻ മറ്റുള്ളവരെ സഹായിക്കുന്നില്ല, ഒരു കരുണയില്ല. അങ്ങനെ എല്ലാത്തിലും നമ്മൾ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം പരാജയത്തിലേക്കാണ് പോകുന്നത്. 11ാമത്തെ പരാജയത്തിൻ്റെ ലക്ഷണമാണ് മരണത്തെ മറക്കുക എന്നുള്ളത്. മരണം ഉറപ്പായ സത്യമാണ്. അതിനെ ഓർക്കുക എന്നുള്ളത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കും. ആ മരണത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ നടക്കുകയാണെങ്കിൽ അവൻ പരാജയത്തിലേക്ക് പോകും. ഈ 11 ലക്ഷണങ്ങൾ നമ്മളുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരാജയത്തിലേക്കാണ് പോകുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.